ഹായ്. ഞാൻ ഈ മാറ്ററിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി നിന്ന ആളാണ്. പക്ഷേ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല, ഇത് വളരെ വളരെ മോശം രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു 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 വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു. അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും. അതൊക്കെ സ്വാഭാവികം. അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി. കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ജനങ്ങൾ മാത്രമല്ല, ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് മനസ്സിലാവുമായിരിക്കും. കാരണം എനിക്കറിയാൻ സത്യം എന്താണ്, ജാസ്മിൻ അറിയാൻ എന്താ സത്യമാണെന്ന്, നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ സത്യം എന്താണ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. ഇതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ 1.5 വർഷമായിട്ടുള്ളൊരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല. 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ June 16th, 2023. അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത്. ഇനി ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. റിലേഷൻ അല്ല, നമ്മള് പറയില്ലേ നോക്കാം. എനിക്കറിയാം ഇപ്പൊ ഇതുപോലെ അതുപോലെയില്ല, നോക്കാം. എനിക്ക് മോതിര ചടങ്ങൊന്നും അറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു. 1.5 വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. പണപ്പെട്ടി വന്ന് എടുത്തോണ്ട് പോകും. ഇത് ഇവള് പറഞ്ഞതാണ്. ഇതിൽ 1% പോലും സത്യമില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം. ഇവള് തന്നെയാണ് week 1 ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത്. അത് ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളും കാണും. എന്താണ് സീരിയസ് ആയിട്ട് പറഞ്ഞോ? ചൊറി കുത്തി കിടക്കുന്നു. നമുക്കറിയാലോ എന്നെ. പറഞ്ഞ കുഴപ്പമില്ല. അഫ്സലിക്ക് വിഷമൊന്നുമില്ല. അഫ്സലൊക്കെ എന്നെ അറിയാലോ. അത് മാത്രമാണ് എന്റെ പേര്. ഇപ്പൊ പുള്ളി പറയണ്ടോ, നീ പണ്ട് ഇവിടെ ഇപ്പൊ വിഷമിക്കുന്നു വേണ്ട. ഞാൻ സീരിയസായിട്ട് വന്ന നിനക്ക് അഫ്സലിക്കാന്നൊക്കെ പറയാം, പക്ഷെ ഇവിടെ എനിക്കത് പറയാൻ പറ്റില്ല. നീ അവരുടെ കൂടെ ഭാവി നോക്കണ്ടേ? ഏതോ ഒരു അഫ്സലുണ്ട് ഗൈസ്. അഫ്സലേ, എന്റെ അഫ്സലിക്കൊക്കെ നോക്കിക്കാണ്. നോക്കിക്കാൻ ആൾക്കാരൊന്നുമില്ല. പോയില്ല, പേടിക്കണ്ട. അതുകൊണ്ടല്ലേ ബുദ്ധിമുട്ട് ഞാൻ ഓസ്ട്രേലിയയിലെ പേര് പറയാതിരുന്നത്. ഇതാണ്
ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത് പിന്നെ ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത്, കാരണം എനിക്കറിയുന്ന വ്യക്തിയാണ്. അപ്പം എനിക്ക് നല്ല വൃത്തിക്കറിയാം എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാണ് പറയേണ്ടത്, എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത്. ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ആൾ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിൻ്റെ അടുത്ത് എന്തിനാ പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ്. കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക. ഇപ്പോൾ 7 മാസം നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ, എന്താണ്, ഫോട്ടോസ് എവിടെ, അതിവിടെ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എന്തിന്? പക്ഷെ ഇന്ന് ഇത്രയും ഇവൾ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ വാട്സം ഉണ്ടായിരിക്കേണ്ട ആവശ്യം, എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ. ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം. അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം, വ്യക്തമായിട്ട് അത് പറഞ്ഞു. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന മുമ്പ് എനിക്ക് കുറച്ച് ആൾക്കാരടുത്ത് പറയാനുണ്ട്. ഈ ഇവളുടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്ന വാറ്റ് ഒഫീഷ്യൽ, ഈ ജബ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. ഞാൻ അത് കാണാറുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി, ജാസ്മിനെ അറിയാമോ പേഴ്സണലി, നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി, പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നും കൂടി കണ്ടതേ ഉള്ളൂ. ആസിഫ് അലിയിലെ ഉയരെയാണ്, മറ്റേതാണ് ആസിഡ് അറ്റാക്ക്, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒന്നുമില്ലല്ലോ. ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇത് പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത്, എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട് ആ ഷോയിൽ? നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അവളുടെ വീട്ടുകാർ പറഞ്ഞു, ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത്. വീക്ക് 1 ഇപ്പോൾ എല്ലാം കൊണ്ട് തുളച്ചു. വേറെ ആരുമല്ല, അവൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം എന്തിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത്? എന്താ അറിയില്ലേ ഇത് പുറത്ത് ഇതാവുന്ന ലൈവിൽ വരുമെന്നറിയില്ലേ, അല്ലെങ്കിൽ ഇതിൽ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ? അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ അഫക്റ്റ് ആവുന്ന ആരാണ്? ഞാനാണ്. അപ്പം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ്. നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ തരാം. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല. അവർ യൂട്യൂബർ ആയിരുന്നു എന്നുള്ള സംഭവമൊന്നും എനിക്കറിയില്ല. ഞാൻ അസ്ലാം ആർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. 16-ാം തീയതി, ജൂൺ 16-ാം തീയതി 2023. പിന്നെ 2 ദിവസം അവിടെ ഉണ്ട്. അവളുടെ റെഗുലിയനായിട്ട് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ. 18-ാം തീയതി കല്യാണം. ഇനിയിപ്പോൾ 18-ാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. വ്ളോഗ്സിലും ജാസ്മിൻ്റെ വ്ളോഗിലായാലും ശരി, അസ്ലയുടെ വ്ളോഗിലായാലും ശരി, ഗംഗയുടെ വ്ളോഗിലായാലും ശരി, ഹെയ്തിയുടെ വ്ളോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട്. ഇതെല്ലാവരും കണ്ട ആൾക്കാർ. അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട്. പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു. ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ്. ജൂൺ 18-നുള്ള സംഭവമാണ്. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ? അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നു അത് വരണം. അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ലായിരിക്കും, ഹേദിക്ക് അറിയാം. പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ, ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ അത് മറച്ചു വെച്ചായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം.
മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹെയ്തി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ അത്രയും. ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്ന അങ്ങനെയാണ്, പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചൊരു മുന്ന വളരെ ഡിഫറെൻ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല, എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്, അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും ഇതൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ. ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കെ കല്യാണം കഴിച്ചത്. ഞാനും ആ സമയത്ത് ചിരിച്ച് കളഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്നത്, ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് ആരുടെ വേണം ആ കല്യാണത്തിനുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരുടെ വേണം ചോദിക്കാം, എന്നും ഇവർ എന്നും അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിയാണ്, എന്തെങ്കിലും പറഞ്ഞ അടിയാണ്, ചെറിയ കാര്യത്തിന് അടി, അങ്ങനെ കുറേ അടികൾ. അപ്പം നമ്മളൊക്കെ പറയുന്നുണ്ട് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ, ഭയങ്കര വളരെ മോശം രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഹെയ്തിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും. കാരണം എനിക്ക് അതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന August 15th, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്തിയൊക്കെ അവിടെ ഉണ്ട്. ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഭയങ്കര അടി, ജാസ്മിൻ ഭയങ്കര അടി, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിലോ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത്, അത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്. പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. ഇപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ്, ആസ് എ ഫ്രണ്ടാണ്. അപ്പം ഓഫ് കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ്, അങ്ങനെ കുറേ കാര്യം. അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ് കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മുന്നേ പറയാറ്, അപ്പം മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം. അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പോൾ മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. ഇപ്പോൾ എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര, കാരണം എനിക്കല്ല, പൊതുവെ ആ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറൊരു